സോ അങ്ങനെ നമ്മൾ ട്രിപ്പ് തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ ഷൊർണൂരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ മഴയാണ്, മഴ സീസണാണ്. സോ കുറേ മഴയൊക്കെ കൊണ്ട് പിന്നെ അത് ഉണങ്ങാൻ വേണ്ടി കുറേ വെയിലുകളുണ്ട്. പിന്നെ നമ്മൾ മഴയിൽ വിചാരിച്ച് സൺസ്ക്രീമൊന്നും ഇട്ടിരുന്നില്ല, ആകെ കരിഞ്ഞു. അങ്ങനെ നമ്മൾ ആ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തൃശ്ശൂരൊക്കെ എത്താനാകുന്ന സമയത്ത്, തൃശ്ശൂർ എത്തിയിട്ടില്ല, നമ്മൾ 2 ജ്യൂസ് ഓർഡർ ചെയ്തു. നമ്മൾ വാട്ടർ മെലണും അതുപോലെ ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് ഇരിക്കുകയാണ്. കാരണം ഇനിയും ഒരുപാട് നമുക്ക് താണ്ടാനുണ്ട്. അപ്പോൾ നമ്മൾ മേക്കപ്പ് കിട്ടുന്നതൊക്കെ കയ്യിൽ പോന്നു. ജ്യൂസ് കുടിച്ചിൻ്റെ പൈസ കൂടുതലായതുകൊണ്ട് അത് മുതലാക്കാൻ വേണ്ടി അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴയില്ല വെയിലില്ല, ഇതാണ് ഏറ്റവും നല്ലത് തോന്നുന്നു. അങ്ങനെ നമ്മൾ അതിരപ്പള്ളിക്കുള്ള ആ ഒരു സ്ഥലത്ത് എത്താനാവുന്നേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ പോയപ്പോൾ അവിടെ ഉഴുത് മറിക്കുന്നുണ്ട്. നമ്മൾ ആ ട്രാക്ടറോട് ഉഴുത് മറിക്കൂലേ, അപ്പം നമ്മൾ ആ ഉഴുത് മറിക്കുന്നൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. കാരണം പോകുമ്പോൾ നമ്മളെല്ലാതും കാണണമല്ലോ. അങ്ങനെ അവിടെ ഒരു ഉഴുത് മറിക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കുറച്ച് നേരം നോക്കിയപ്പോൾ ട്രാക്ടർ കാണാനല്ല. പിന്നെ സൈഡിലേക്ക് നോക്കിയപ്പോൾ ട്രാക്ടറിൻ്റെ ആ ഒരു ടയർ പോകുന്നുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ട്രാക്ടർ. ഇപ്പോൾ അതൊന്നല്ല, അങ്ങനത്തെ അല്ല. ഇപ്പോൾ ന്യൂസിനൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ കണ്ടപ്പോൾ ഒരു കൗതുകം. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഹോട്ടൽ മന്ന നമ്മൾ ആതിരപ്പള്ളിയിൽ ആ റോഡിൽ കയറി കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഉച്ചൂണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചേച്ചീൻ്റെ അവിടെ ഒരു ഉച്ചൂണിന് കയറി. ഫുഡ് എന്താ കഴിക്കണേ ശബ? പിന്നെ പിന്നെ മോരുകറി ഉണ്ട്, ബീഫ് ചിക്കൻ, ഫിഷ് കറി ഉണ്ട്, മോരുണ്ട്, സാമ്പാറുണ്ട്. ഗൈസ് ഷെബി ഭയങ്കര കഴിക്കലാണ്. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ച് ഞാൻ നിശ്ചയ ഷെബി ഇപ്പോൾ നമ്മളെ ചേച്ചിനെ കാണാം. ചേച്ചിയുടെ ഹായ് പറയൂ. ഇത് വീഡിയോ ആണ്. ഒരു ഹായ് പറയൂ. അപ്പോൾ എല്ലാവരും അതിരപ്പള്ളി വരുമ്പോൾ നമ്മൾ ചേച്ചിൻ്റെ കടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാം. ഓക്കെ ഗായ്സ്. അപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷനായ അതിരപ്പള്ളി വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇത് അത്യാവശ്യം നടക്കാണ്ട്, ചെല്ലുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ കയറുമ്പോൾ കയറ്റാണുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. എനിവേ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാത്ത് വേ എന്ന് പറയുന്നത്. ഐ തിങ്ക് ഏകദേശം നമ്മൾ എത്താറായി. രാവിലെ നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഇവിടെ എന്താണ് ആകാശം നമ്മൾ എത്താനായി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ആതിരപ്പള്ളി എന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. പക്ഷേ നമ്മൾ കാലാവസ്ഥ നോക്കിയിട്ട് വേണം ചെല്ലാൻ, ഇല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഇനി നമ്മൾ ചെന്ന സമയത്തൊന്നും മഴ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. കുരങ്ങനൊക്കെ പോകുന്നുണ്ട്. ഷെബിയോനെ ഫോളോ ചെയ്യുന്നുണ്ട് ഗായ്സ്. പിന്നെ ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ നോക്കണം, ഓൾറെഡി മഴയ്ക്ക് പെയ്ത് നനഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നനയാനുള്ള ചാൻസ് ഉണ്ട്. സോ ദിസ് ഈസ് ദ റിയൽ വ്യൂ ഓഫ് അതിരപ്പള്ളി ഗായ്സ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഇതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ സൈഡിലാണ്, അതായത് നമ്മളെ ഡൗൺ സൈഡിലാണ്. അപ്പോൾ അവിടെ നമ്മൾ പോകണം. ഇതാണ് നമ്മളെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ മഴ പെയ്തു ഗായ്സ്. ആകെ നമ്മൾ പെട്ടു എന്ന് പറയാം. ഫുൾ മഴ. പക്ഷെ നമ്മൾ ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിട്ട് റെയിൻകോട്ടൊക്കെ എടുത്തിരുന്നു കേട്ടോ. ഭയങ്കര മഴയാണ്. ഐ തിങ്ക് ആകെ നനഞ്ഞ് തീരുമാനമായിക്കാണ് നമ്മൾ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പോകണം. വി ഹാവ് ടു ലീവ് അല്ലേ ഷെബേ? ഓക്കെ. അപ്പോൾ നമ്മൾ അടിയിൽ സ്പോട്ടുണ്ട്. അപ്പോൾ കാണാൻ പോകണം. ഓക്കെ. ഷെബി ഇവിടെ വസ്ത്രാക്ഷേപം നടത്തിയാണ് ഗൈസ്. റെയിൻകോട്ട് എടുത്തു കഴിഞ്ഞാൽ മഴക്കാലത്ത് വരികയാണെങ്കിൽ റെയിൻകോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല മഴയത്തുള്ള ഫോട്ടോസുകൾ എടുക്കാം. അങ്ങനെ പിന്നെ നമ്മൾ ഇതിൻ്റെ ഡൗണിലെത്തി, നമ്മൾ താഴത്തെത്തി ഗൈസ്. ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ മറ്റേ താജ്മഹലിൽ ചെന്നാണില്ലേ നേരത്തെ എത്തേണ്ടി വരും. കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം നമുക്ക് എക്സാക്റ്റ് അത് മാത്രമായിട്ടൊന്നും എടുക്കാൻ കഴിയില്ല. പക്ഷേ മഴ പെയ്തോ എനിക്ക് തോന്നുന്നു ബ്ലെസ്സിങ് ആയി തോന്നുന്നുണ്ട്. കാരണം മഴ പെയ്തേക്ക് ഭയങ്കരമായിട്ട് വ്യൂ മാറി. ഇതിൻ്റെ പെർഫെക്റ്റ് വ്യൂ ഇപ്പോഴാണ് കിട്ടുന്നത്. പക്ഷെ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട് അവിടെയാണ് അതിരപ്പള്ളി വാട്ടർഫാൾസ്, അതിലൂടെയാണ് ഒഴുകുന്നതെന്നൊക്കെ. നമ്മൾ
സൗണ്ട് കേൾക്കൂല പിന്നെ പറഞ്ഞാൽ വരും എന്തായാലും പറഞ്ഞത് അപ്പോൾ നമ്മൾ റെയിൻ കോട്ട് കരുതിയാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്ല വെള്ളം അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. കാരണം ഒരു 5 o'clock 5:30 മാക്സിമം 6 o'clockന് ശേഷം നമ്മളെ റോഡ്സൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അതായത് അവിടെ പോകേണ്ട സേഫ് അല്ല എന്നാണ്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസ് ഒന്നുകൂടി എടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോവാണ്. പിന്നെയുള്ള ടാസ്ക് എന്താ വെച്ചാൽ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഇറങ്ങാൻ ഭയങ്കര സുഖമൊന്നുമല്ല, അത്ര വലിയ സുഖമൊന്നുമില്ല, കല്ലാണ്. ബട്ട് കയറാമെന്നാണ് ഒരുപാട് കയറ്റം കയറാണ്ട് നമ്മൾ ഊപ്പാടളവും. അത്യാവശ്യം ആരോഗ്യം സ്ട്രെങ്ത് ഉള്ളവർ മാത്രം താഴത്തെ വ്യൂ ഒക്കെ കാണാൻ വരാമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കണ്ടോ ഇങ്ങനെയാണ് കല്ല്, ആകെ കല്ലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് ചപ്പലുണ്ടോ, ഈ ചപ്പലുകൊണ്ട് കാലുള്ളിലേക്ക് പോയിട്ട് ഞാൻ ആകെ കുടുങ്ങിയിരുന്നു. അവസാനം ഞാൻ ചപ്പൽ കൂരി നടക്കേണ്ട അവസ്ഥയൊക്കെ വന്നിരുന്നു. കാരണം ഈ കല്ലിൻ്റെ ഇടയിൽ നമ്മൾ ചപ്പൽ കുടുങ്ങിയാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അങ്ങനെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരത്തെ എനിക്ക് ശ്വാസമൊന്നും കിട്ടില്ല. കാരണം കുറേ കയറാണ്ട് ഓൾറെഡി നമ്മൾ നനഞ്ഞു. അപ്പം നമ്മളൊരു വെയിറ്റ് കൂടിയ പോലെയല്ലേ, കാരണം അതിനിപ്പം നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിവേ ഷെബി പാട്ടൊക്കെ പാടി നടക്കുന്നുണ്ട്, ഞാൻ പറയുകയും ചെയ്തു വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്ന്. പിന്നെ ഞാൻ കുറച്ച് മുന്നിലെത്തി. അപ്പോൾ ഷെബി ഇങ്ങനെ പകുതിയായിട്ട് വരുന്നുണ്ട്. കാരണം നല്ല കയറാണ്ട്, അത്യാവശ്യം നല്ല എനർജിയിലേക്ക് മാത്രം കയറാം. ഷെബി പറയുന്നുണ്ട് ജീവനിലോലും ആരോഗ്യമില്ലോലും മാത്രം കയറല്ലാത്തോലും ഇതിന് കയറാൻ നിൽക്കരുത് എന്നൊക്കെ ഗായ്സ്. അങ്ങനെ നമ്മൾ കയറി. നമ്മൾ കയറ്റൊക്കെ കയറി എൻഡിലെത്തി വിയർത്തേക്കാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ഷെബിക്ക് ഇനി ഓട്ടണമെങ്കിൽ ഷെബിക്ക് കുറച്ച് ആരോഗ്യമാണല്ലോ. ഫുഡ് നമുക്കൊന്ന് വ്യൂ ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് തിരിച്ച് നമ്മൾ കുറച്ച് വന്നേക്കടെ ബേക്കറി ഉണ്ടായിരുന്നു, അവിടുന്ന് കരിക്കൊക്കെ കുടിച്ച്. ഷെബി പറയുന്നത് നമ്മൾ ഫ്രഷ് മൈൻഡൊക്കെ ആവാനാണ് ഏറ്റവും നല്ലത് കരിക്കാണെന്നാണ്. അപ്പോൾ അവൻ്റെ ഫോൺ ഓഫാനായിരുന്നു. നമ്മൾ ഫോണും കുത്തിച്ച് നമ്മളൊരു ചായയും പിന്നെ ചിക്കൻ പത്തിരിയും പഴംപൊരിയൊക്കെ ഓർഡർ ചെയ്തു. ഷെബിക്ക് പഴംപൊരി, എനിക്ക് ചിക്കൻ പത്തിരിയൊക്കെ ആയിരുന്നു. എനിക്കത് സംഭവം ഒന്നും അറിയില്ലായിരുന്നു. അത് അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഒരു ബസ് ഉണ്ട് കേട്ടോ, പതുക്കെ പോകണമെന്ന് പറഞ്ഞാൽ വളരെ സ്ലോയിലാണ് പോണത്. നമ്മളെ ഫ്രണ്ടിൽ നമുക്ക് എടുക്കാനും പറ്റുന്നില്ല. ആകെ നമുക്ക് ദേഷ്യം വരും. നമുക്കാണെങ്കിൽ കൊച്ചിയിലെത്തും വേണം, മനൂറ്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിവേ നമ്മൾ കുറേ നേരം ബാക്കിൽ നിന്ന് അവസാനം ഹോൺ അടിച്ചും ചീത്തൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനം എന്ത് ചെയ്തത്, ഓരോ മുന്നെടുത്തത്. കാരണം ബസ് ഉണ്ടോ ഇത്രയും സ്ലോയിലാണ് പോകണം. എനിവേ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് അങ്ങനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, ഒരു ചായ എടുക്കാൻ കയറി. നമ്മൾ കുറച്ച് പോകുന്നു കേട്ടോ, കൊച്ചിയിലെത്താറായി. അപ്പോൾ അവിടെ നമ്മളൊരു റിലാക്സേഷന് വേണ്ടി ചായയും അതുപോലെ തന്നെ നമ്മൾ എല്ലടൊക്കെ കഴിക്കാൻ വെച്ചിട്ട് ഷിബിൻ്റെ ചുരുക്കൊക്കെ നോക്കുന്നുണ്ട്. എനിവേ നമ്മളൊരു എല്ലടൊക്കെ പറഞ്ഞ് എല്ലടൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിനി കൊച്ചിക്ക് പോവുകയാണ്. ബുള്ളറ്റ് റൈഡ് പോകുമ്പോൾ നമുക്ക് കുറച്ച് നമ്മളത് ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഇരിക്കുമ്പോൾ. ഇടയ്ക്കിടെ ചായ കുടിച്ച് അങ്ങനെ നമ്മൾ തിരിച്ചു. ഗായ്സ് ബൈ.